Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. ഞാൻ അമൃത. അപ്പം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ JLT ഉദ്യോഗാർത്ഥികൾക്കായിട്ട് JLT ഹിന്ദി പരീക്ഷ എന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ഒരു 30 days സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഇനി എത്ര ദിവസമുണ്ട് പരീക്ഷയ്ക്ക്? പരീക്ഷയ്ക്ക് വെറും 30 ദിവസം മാത്രം അവശേഷിക്കുന്നുള്ളൂ. ഒക്ടോബർ 1-നാണ് നമ്മുടെ എക്സാം വരുന്നത്. യെസ്. അപ്പോൾ ഈ 30 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുമോ അല്ലേ മിസ്സേ? അതെ, ഉറപ്പായിട്ടും. നമ്മളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനകം നമുക്ക് സിലബസ് ടോട്ടലി കവർ ചെയ്യാൻ പറ്റും. യെസ്. അതായത് ഇനിയുള്ള 30 ദിവസമേ ഉള്ളൂ എന്നല്ല ചിന്തിക്കേണ്ടത്. 30 ദിവസം നമ്മുടെ കൈകളിൽ കൃത്യമായിട്ടുണ്ട്. അപ്പൊ ഈ ദിവസങ്ങളിൽ എങ്ങനെ പഠിച്ചാൽ നമുക്ക് ഇഫക്റ്റീവായിട്ട് റാങ്ക് ലിസ്റ്റിലേക്ക് കയറാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ മറക്കണ്ട കേട്ടോ, 14 ജില്ലകളിലേക്കും ഒരുമിച്ച് വിളിച്ചിരിക്കുകയാണ് അല്ലെ. പാർട്ട് ടൈമും ഉണ്ട്, ഫുൾ ടൈമും ഉണ്ട്. അതെ. അപ്പൊ പണ്ട് നമുക്കറിയാം JLT ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നോണ്ടിരിക്കും. അപ്പൊ ഈ ഒരു ബൾക്ക് നോട്ടിഫിക്കേഷൻ ഈ സമയത്ത് വന്ന സ്ഥിതിക്ക് ഇനി എപ്പോഴായിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്രിട്ടിക്കലുമാണ്. നമുക്ക് നോക്കാം ഈ 30 ദിവസം കൊണ്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിയാമായിരിക്കുമല്ലോ അല്ലെ. എത്രയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ? 20 മാർക്ക് നമ്മുടെ, അതുപോലെ തന്നെ 80 മാർക്ക് ഹിന്ദിക്കും 20 മാർക്ക് നമ്മുടെ ജനറൽ പേപ്പറിനുമാണ്. അതെ. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിനെ 30 ദിവസത്തിലേക്ക് നമ്മുടെ പഠനത്തിനെ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ 30 day ടൈം ടേബിൾ. നമ്മൾ എല്ലാ ദിവസവും ജനറൽ പേപ്പറിൽ നിന്നും അതുപോലെ സബ്ജക്റ്റിൽ നിന്നും അല്ലെ രണ്ടും കൊടുത്ത് തന്നെയാണ് നമ്മൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മിസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാമോ ടൈം ടേബിൾ എങ്ങനെയാണെന്നുള്ളത്? അതായത് ഹിന്ദിക്ക് ടോട്ടൽ 7 മൊഡ്യൂൾസ് ഉണ്ട്. അതേപോലെ തന്നെ ജനറൽ പേപ്പറിനെ വന്നിട്ട് 20 മാർക്സ് ആയതുകൊണ്ട് അതിന് കുറച്ച് സിലബസേ ഉള്ളൂ. ഹിന്ദിയിലോട്ട് വന്ന് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് 4 മൊഡ്യൂൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ട് 12 മാർക്സ് ആണ് ഈ 4 മൊഡ്യൂളിനും വന്നിട്ടുള്ളത്. റെസ്റ്റ് ബാക്കി മൊഡ്യൂൾസിന് വെറും 10 മാർക്സ് ഉള്ളൂ. എന്നാൽ പോലും ഈ 10 മാർക്സ് അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്ന ടൈം ടേബിൾ എന്ന് പറയുമ്പോഴേക്കും 30 ഡേയ്സിന്റെ ടൈം ടേബിൾ ആണ്. എങ്ങനെ ഈ മൊഡ്യൂൾസ്, ഈ 7 മൊഡ്യൂൾസ് പ്ലസ് ജനറൽ പേപ്പർ എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും പഠിച്ച്. ഇവിടെ ഉദ്യോഗാർത്ഥികളിൽ പലർക്കും വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് പേപ്പർ അവർ ടച്ചിലുണ്ടായിരിക്കും അല്ലെ. പക്ഷെ ജനറൽ പേപ്പർ, പ്രത്യേകിച്ച് ഹിന്ദി അതുപോലെയുള്ള വിഷയങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജനറൽ പേപ്പർ ഒന്നും അറിയണ്ടാവില്ല. പക്ഷെ എപ്പോഴും ഓർക്കുക, 20 മാർക്കിന്റെ ജനറൽ പേപ്പർ വളരെ ക്രൂഷ്യലാണ്. നിങ്ങളുടെ റാങ്ക് ഡിഫൈൻ ചെയ്യുന്ന മാർക്ക്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എത്ര കൂടുതൽ കാര്യങ്ങൾ അറിയാം അതാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. അപ്പം ഈ ഒരു 20 മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് നോക്കാം. Day 1 കോൺസ്റ്റിറ്റ്യൂഷൻ, അസംബ്ലി ആൻഡ് ബോറോഡ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഷുവർ ഷോർട്ട് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് 20 മാർക്കിൽ നല്ലോണം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനറൽ പേപ്പറിൽ ആദ്യത്തെ ഒരു 3-4 ദിവസം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ, അസംബ്ലി, ബോറോഡ് ഫീച്ചേഴ്സ് ആണ് ആദ്യത്തെ ദിവസം. ഹിന്ദിയിൽ അതുപോലെ തന്നെ ആദികാൽ ആൻഡ് ഭക്തികാൽ അപ് ടു സൂഫി കാവ്യ. അപ്പൊ സൂഫി കാവ്യ വരെ ഫസ്റ്റ് ഡേ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എത്ര സമയം വേണ്ടി വരും അത്രയും പോർഷൻ നമുക്ക് കവർ ചെയ്യാനായിട്ട്? അതായത് ഇപ്പൊ ഒരു ദിവസം നമ്മൾ ഇരുന്നെന്ന് വിചാരിച്ചോ, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാണ്ട് ബ്രേക്ക് എടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം അതിനു വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് ഒരു 2 മണിക്കൂറിൽ ഈ ഒരു ഹിന്ദി പോർഷൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. തീർച്ചയായും കവർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഡെയിലി നോക്കുവാണെങ്കിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ കൂടി ഒരു 2 മണിക്കൂർ നമ്മളുടെ സബ്ജക്റ്റിനും 1 മണിക്കൂർ നമ്മളുടെ ജനറൽ പേപ്പറിനും കുറച്ച് സമയം പഴയ ടോപ്പിക്സ് റിവൈസ് ചെയ്യാനും എക്സാംസ് എഴുതാനും നമ്മൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ദിവസം വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് പഠിച്ചു അല്ലെ. ഇനി Day 2 നോക്കുമ്പോൾ വീണ്ടും നമ്മളവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തു നിന്നും. അതുപോലെ ഹിന്ദിയിലേക്ക് നോക്കുവാണെങ്കിൽ ആദികാൽ ആൻഡ് ഭക്തികാൽ അപ് ടു സൂഫി കാവ്യ പാർട്ട് 3 and 4 ഈ 2 സബ്ജക്റ്റും മൊഡ്യൂൾ 1-ലാണ് വരുന്നത്. ആ മൊഡ്യൂൾ 1-ന് 12 മാർക്സ് ഉള്ളതുകൊണ്ട് അത്രയ്ക്കും പ്രാധാന്യം കൊടുത്തിട്ടാണ് ഞങ്ങൾ 2 ദിവസം ആ ഒരു മൊഡ്യൂൾ തന്നെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ Day 7 നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സാം ഞങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. അതായത് ഈ വീക്കിൽ നിങ്ങൾ എന്താണോ പഠിച്ചേക്കുന്നത് അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും Day 7 റിവിഷൻ എക്സാം ആയിരിക്കും അല്ലെ. അപ്പൊ ഈ നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴായാലും പഠിപ്പിക്കുമ്പോഴായാലും സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുമ്പോഴായാലും ഒക്കെ നമ്മൾ അവിടെ ചെയ്യുന്നത് നമ്മൾ തിയറട്ടിക്കൽ അല്ലെങ്കിൽ നമ്മൾ അത് ഡീറ്റെയിൽസിലോട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു MCQ എഴുതുക എന്ന് പറയുന്നത് നമുക്ക് അവിടെ കറക്റ്റായിട്ട് ഷൂട്ട് ഔട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഒരു പ്രാക്ടീസിലേക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങളെ കൃത്യമായി ക്രോഡീകരിക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? എക്സാംസ് എഴുതി നോക്കിയാലേ പറ്റുള്ളൂ. അപ്പൊ എക്സാംസ് കൃത്യമായിട്ട് 6 ദിവസത്തെ ഷെഡ്യൂളിന് ശേഷം 7ാമത്തെ ദിവസമാണ് നമ്മളുടെ
നമ്മളുടെ എക്സാം വരുന്നത്. അപ്പൊ അന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും പെൻഡിങ് പോർഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാം ഈ 6 ദിവസം ഒരുപോലെ എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ല, എവിടെയെങ്കിലും ഒക്കെ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ വരാം. അഥവാ അങ്ങനെ എന്തെങ്കിലും ഗ്യാപ്പ് വന്നാൽ തന്നെ ഈ 7ാമത്തെ ദിവസം നിങ്ങൾക്കത് മേക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ ഈ സെവൻത് ഡേ നടത്തുന്ന എക്സാം വന്നിട്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, പഴയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതേപോലെ തന്നെ PYQ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തിയ ക്വസ്റ്റ്യൻസും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാം. ഇപ്പൊ ചില ഓപ്ഷൻസ് വരുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഏതാണ് റൈറ്റ് ആൻസർ ഏതാണ് റോങ് ആൻസർ എന്ന്. പലപ്പോഴും അറിയാവുന്ന ക്വസ്റ്റ്യൻ പോലും നമ്മൾ അവിടെ തെറ്റിക്കും. അതെ. അപ്പൊ ഈ ഒരു എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് കറക്റ്റ് ആയിട്ട് ഉറപ്പിച്ചൊരു ഉത്തരം കൊടുക്കാൻ പറ്റണം. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇൻഹൗസ് കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ഈ എക്സാം നടത്തുന്നത് ആപ്ലിക്കേഷൻ വഴിയാണ്. അപ്പൊ ടൈം ബൗണ്ട് ആയിട്ടാണ് അവർ എക്സാം എഴുതുന്നത്. അപ്പൊ ആ ടൈമിൽ എക്സാം എഴുതാനും അത് തീർക്കാനും ഉള്ളൊരു പ്രാക്ടീസ് ആദ്യ ദിവസങ്ങളിൽ മുതൽ തന്നെ കുട്ടികൾക്ക് ലഭിക്കുകയാണ്. അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ടൈം ബൗണ്ട് ആയിട്ട് ഇതെല്ലാം ചെയ്യാൻ സാധിക്കണം. അല്ലാതെ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ച് കുറെ നേരം ഒന്നും ഇരിക്കാൻ പറ്റില്ല. ആ ഒരു കൃത്യ ടൈമിൽ നമുക്ക് തീർക്കാൻ പറ്റിയാൽ മാത്രമേ അതുകൊണ്ട് യൂസ് ഉള്ളൂ, അല്ലെ? ഇനി നമ്മൾ വീണ്ടും ഡേ 8, അങ്ങനെ ഡേ 8, ഡേ 9, ഡേ 10 ഇങ്ങനെ എല്ലാ ഭാഗത്തുനിന്നേക്കും നമ്മൾ പോവുകയാണ്. പിന്നീട് നമ്മൾ എന്താ പറയുക, ജനറൽ പേപ്പറിലായാലും എല്ലാ ടോപ്പിക്സും, കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല അത്യാവശ്യം നമ്മുടെ GK ഇവിടെയൊക്കെ നമ്മൾ ഡേ 18 ഒക്കെ ആകുമ്പം ഡേ 17 നമുക്ക് ചാന്നാർ റിവോൾട്ടും അതുപോലെ തന്നെ ഡേ 18 നവോത്ഥാന സംഘടനകൾ, ഇതൊക്കെ നമ്മൾ അവിടെ കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഹിന്ദി ആണെങ്കിൽ നമ്മൾ പ്രോസിലേക്ക് വരുന്നുണ്ട്. പ്രോസ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കുറെ രചനകൾ ഉണ്ടാകും. അപ്പൊ ഈ രചനകൾ തന്നെ പല നെയിംസിൽ തന്നെ പല റൈറ്റേഴ്സും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് പ്രോസ് കൂടുതലായിട്ട് ഞങ്ങൾ ഇവിടെ പ്രാധാന്യം കൊടുത്ത് എഴുതിയിരിക്കുന്നത്, അല്ലെ? ഓക്കെ. അതായത് ഒരു ഷെഡ്യൂൾ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെ? പ്രോസിന് ഏകദേശം ഒരു കംപ്ലീറ്റ് ഷെഡ്യൂൾ തന്നെ നമ്മൾ പ്രോസിലേക്ക് എടുക്കുകയാണ്. അപ്പം അത്രയും ഡെപ്തിൽ ഡീറ്റെയിൽസിലൊക്കെ ഇറങ്ങിച്ചെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലൊരു ടൈം ടേബിൾ വെച്ച് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 30 ഡേയ്സ് ഷെഡ്യൂളോടുകൂടി കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ പഠനം പൂർത്തീകരിക്കാനും മോഡൽ എക്സാംസ്, അല്ലെ? അപ്പൊ റിവിഷൻ എക്സാംസ് കൂടാതെ മോഡൽ എക്സാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഈ മോഡൽ എക്സാംസ് ആദ്യം മുതലേ എഴുതി ശീലിക്കുക. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടല്ല മോഡൽ എക്സാം എഴുതുക. മോഡൽ എക്സാം എഴുതുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ഏതൊക്കെ പോർഷൻ നമ്മൾ സ്ട്രെസ് കൊടുക്കണം, എന്തെല്ലാം കാര്യങ്ങൾ പ്രാധാന്യത്തോടു കൂടി പഠിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ CCയുടെ പുതിയ ബാച്ച് 30 ഡേ പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. ഇപ്പം മിസ്സും അപർണ മിസ്സും മാർഗരറ്റ് മിസ്സും എല്ലാവരും ഈ ഒരു യാത്രയിൽ നമ്മളോടൊപ്പം ഉണ്ടാവും. HSA ഹിന്ദിയിലെ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ ഹിന്ദി എന്ന വിഷയത്തിൽ ഇപ്പം നെറ്റ് ആയാലും സെറ്റ് ആയാലും K3 ആയാലും K4 ആയാലും ഹിന്ദിയുടെ എല്ലാ വിഷയങ്ങളിലും അധ്യാപക പരീക്ഷയിൽ CC ഉണ്ട്, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഈ JLTയിൽ ഏറ്റവും മികച്ച വിജയം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ പുതിയ ബാച്ചിന്റെ ഭാഗമാകാൻ എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8589083568. മറക്കണ്ട, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമ്മൾ ലൈവ് ക്ലാസ്സസ് ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ലൈവ് ക്ലാസ്സസ് നമ്മൾ ചെയ്യുന്ന എന്താണ്? റിവിഷൻ ആണ്, അല്ലെ? അതായത് ഈ ഒരു ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെട്ടാൽ മാത്രം പോരാ, അധ്യാപകരോടൊപ്പം അത് പറഞ്ഞും ആവർത്തിച്ചും ഒക്കെ പഠിക്കണം. ഇതെല്ലാമാണ് നമ്മുടെ ലൈവ് സെഷനിലൂടെ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം ഇനി വരുന്ന 30 ദിവസം. ഓക്കെ, നാളെ നമ്മുടെ അധ്യാപക ക്വാളിഫിക്കേഷൻ ഒക്കെ മാറുമെന്ന് അറിയില്ല JLTക്കൊക്കെ, അല്ലെ? 3 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോഴേക്കും പല ചേഞ്ചസ്, അതേപോലെ തന്നെ സിലബസിലും ചേഞ്ചസ് ഉണ്ടായേക്കാം, പിന്നെ അവര് പറയുന്ന കാര്യങ്ങളിലും ചേഞ്ചസ് ഉണ്ടായേക്കാം. അതെ. അപ്പൊ എന്താണ് അടുത്ത നോട്ടിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരം തീർച്ചയായിട്ടും യൂസ് ചെയ്യുക. പലപ്പോഴും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ഈ ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾ LDC പോലുള്ള പരീക്ഷകളിലേക്ക് ഒരുപാട് എഫേർട്ട് ഇടും. അവിടെ 12 ലക്ഷം ഉദ്യോഗാർത്ഥികളോടൊപ്പം ഒക്കെയാണ് നമ്മൾ മത്സരിക്കുക. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, JLT എഴുതാൻ യോഗ്യതയുള്ള അധ്യാപകർ പലപ്പോഴും അതിനേക്കാൾ കോൺസെൻട്രേഷൻ എപ്പോഴും മറ്റുള്ള PSC പരീക്ഷകളിലേക്ക് കൊടുക്കും. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ യോഗ്യതയുള്ളവരോട് മാത്രമാണ് നിങ്ങൾ മത്സരിക്കുന്നത്. സോ കുറച്ച് ആൾക്കാരോടാണ് മത്സരിക്കുന്നത്. ആൾക്കാരുടെ എണ്ണം കുറയും തോറും വിജയസാധ്യത തീർച്ചയായിട്ടും കൂടും, അല്ലെ? അപ്പൊ കോമ്പറ്റീഷൻ കുറവായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ അവസരം നന്നായിട്ട് യൂസ് ചെയ്യുക. എത്ര പേര് ഇതിലേക്ക് അപ്ലൈ ചെയ്തു, എത്ര പേര് കൺഫർമേഷൻ കൊടുത്തു, അതിനേക്കാൾ ഉപരി എത്ര പേര് പഠിച്ച് ഈ പരീക്ഷയെ സീരിയസ് ആയി കാണുന്നു, ഇതെല്ലാം ഈ പരീക്ഷയുടെ കട്ട് ഓഫിനെയും മറ്റും തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. സോ അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കുക. 30 ഡേ ബാച്ചിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം മറ്റുള്ള ക്ലാസ്സുകളിൽ. താങ്ക് യു.